ഹിരുഡിൻ എന്ന ആന്റികൊയാഗുലന്റ് മനുഷ്യനെയോ മറ്റു ജീവികളെയോ കടിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ കന്നട്ടകൾ പ്രയോഗിക്കും. കടിയേൽക്കുന്ന ഭാഗം മരവിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇര അതറിയാതിരിക്കും. രക്തസാന്ദ്രത കുറയുന്നതിനാൽ ഇരയിൽ നിന്ന് യഥേഷ്ടം രക്തം കന്നട്ടയിലേക്ക് പ്രവേശിക്കും. ശരീരഭാരത്തിൻ്റെ 10 ഇരട്ടിയിലധികം രക്തം ഉള്ളിൽ ചെന്നാലും പിടിവിടാതെ തരിക തരിക എന്ന ആർത്തിയോടെ കന്നട്ടകൾ അത് കുടിച്ചുകൊണ്ടിരിക്കും. കന്നട്ടയ്ക്ക് തരിക തരിക എന്ന 2 പുത്രിമാർ ഉണ്ട് എന്നാണ് സദൃശ്യം 30 വായിക്കുന്നത്. സ്വഭാവത്തിലും സ്വരൂപത്തിലും സമാനതയുള്ളത് കൊണ്ടാകാം 2 പുത്രിമാർക്കും ഒരേ പേര് നൽകിയിട്ടുള്ളത്. കന്നട്ടയുടേതാണല്ലോ മക്കൾ. സദൃശവാക്യങ്ങൾ മനുഷ്യർക്ക് ജ്ഞാനവും പ്രബോധനവും വകതിരിവും ഉണ്ടാകാൻ എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ മൂടന്റെ വായിലെ സദൃശവാക്യം മുടന്തന്റെ കാൽ ഞാന്ന് കിടക്കുന്നത് പോലെയാണ് എന്നും തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു എന്നും നാം വായിക്കുന്നു. ഒന്ന്, അവർക്ക് തൃപ്തിയില്ല. കന്നട്ടയുടെ പുത്രിമാരെ കുറിച്ച് എഴുതിയതിന് ശേഷം തൃപ്തിയില്ലാത്തതും മതി എന്ന് പറയാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചയമായും അത്യാഗ്രഹികളായ മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവർ വഴക്കുണ്ടാക്കും, അവർക്ക് തൃപ്തിയില്ല. തൃപ്തിയില്ലായ്മയും വഴക്കുണ്ടാക്കാനുള്ള ആഗ്രഹവും സ്വാഭാവികമായും അവരുടെ സമാധാനത്തെ ഹനിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിരിക്കില്ല. തരിക തരിക എന്നുള്ളതായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യം. വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയെ പോലെ അവർ അത്യാഗ്രഹമുള്ളവരായിരിക്കും. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു എന്നാണ് നാം തുടർന്ന് വായിക്കുന്നത്. എന്ന് വെച്ചാൽ അത്യാഗ്രഹം കൊണ്ട് അവർ സമ്പത്തുണ്ടാക്കി, ആർത്തി കുറയുന്നില്ല. വീണ്ടും സമ്പത്തുണ്ടാക്കി, ആർത്തി കുറയുന്നില്ല. ആർത്തിയും സമ്പത്തിനോടൊപ്പം ഏറുകയാണ്. മരണ ദിവസം വരെ അവർ ഈ അത്യാഗ്രഹത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ സമാധാനം എന്തെന്ന് അവരറിയുന്നില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശമര്യ രാജാവായ അഹാബിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൗതികതയുടെ ഉത്തുംഗതയിൽ ഇരിക്കുന്ന ആ രാജാവിന് നാബോത്ത് എന്ന സാധു മനുഷ്യന് പിതാക്കന്മാരുടെ അവകാശമായി കിട്ടിയ മുന്തിരിത്തോട്ടം തന്നെ വേണം. അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അത് ലഭിക്കില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹം വ്യസനവും നീരസവും ഉള്ളവനായി കട്ടിലിൽ കയറി മുഖം തിരിച്ചു കിടന്നു എന്നാണ് വായിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദുരാലോചനയിൽ നാബോത്ത് എന്ന മനുഷ്യനെ കൊന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുന്നതിനുള്ള യാത്രയിൽ ഏലിയാ പ്രവാചകൻ ദൈവത്തിന്റെ കൽപ്പന ലഭിച്ച് അവിടെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ കൊല്ലുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്നാണ് ആ ഭയപ്പെടുത്തുന്ന ചോദ്യം. ചെറിയ തുകയ്ക്കോ ചെറിയ തൂക്കം സ്വർണത്തിനോ വേണ്ടി അത്യാഗ്രഹം മൂത്ത് മോഷണത്തിനിറങ്ങിയ ആളുകളെ കൊല്ലുന്ന വാർത്തകൾ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതാണ് കാരണം. മന്ന ആളൊന്നിന് ഒരിടങ്ങഴിയായിരുന്നു ഒരു ദിവസം എടുക്കേണ്ടിയിരുന്നത്. അതിലേറെ പെറുക്കിയവന് ഏറെ കണ്ടില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല, പിറ്റേ ദിവസത്തേക്കും മന്ന തന്നവൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലുള്ള സംശയമാണ്, അവരുടെ അവിശ്വാസമാണ് ആ കാര്യത്തിന് അവരെ പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ദുശ്ചിന്തയിൽ തുടങ്ങി മൂഢതയിലെത്തുന്ന 13 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അത്യാഗ്രഹത്തോട് പറ്റിപ്പിടിച്ചു കിടക്കുന്നതാണ് മോഷണവും കുലപാതകവും. അത്യാഗ്രഹം മൂത്ത് മോഷണത്തിനിറങ്ങുന്ന ആളുകൾ കുലപാതകികളായി തീരുന്ന വാർത്തകൾ നാം കേൾക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികതയ്ക്കാണ് അത് അടിവരയിടുന്നത്. അതുകൊണ്ട് കന്നട്ടയുടെ പുത്രിമാരെ പോലെ ജീവിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയെ പോലെ തൃപ്തിയില്ലാത്തവരായി ജീവിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല.
ഈ അത്യാഗ്രഹത്തിന് ഒരൊറ്റമൂലി മാത്രമേ ഉള്ളൂ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടും മതി എന്ന് വെച്ചും സമാധാനത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആ ഒറ്റമൂലി. ഈ കന്നട്ടയും പുത്രിമാരും നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിന് ഒരു പാഠമായി തീരണം. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്ന് സദൃശവാക്യത്തിൽ തന്നെ വീണ്ടും നാം വായിക്കുന്നുണ്ട്. തൃപ്തിയില്ലാത്തവർ തൃപ്തിയില്ലാത്തിടത്തേക്ക് പോകും. എത്ര ഭീകരമായ യാഥാർത്ഥ്യമാണ്. നേരായ മാർഗത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നേയില്ല. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹത്തിനൊത്ത് നേരായ മാർഗത്തിൽ സംതൃപ്തിയോടുകൂടെ ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.